ഹലോ ഗൈസ്, ഞാൻ പറയാൻ പോകുന്നത് സ്പൈഡർമാനെ കുറിച്ചാണ്. നമുക്കറിയാം എല്ലാവരുടെ ഫേവറേറ്റ് സ്പൈഡർമാൻ ഒന്നെങ്കിൽ ടോബിയുടെ സ്പൈഡർമാൻ അല്ലെങ്കിൽ ടോമിന്റെ സ്പൈഡർമാൻ. പക്ഷെ കുറവ് ആൾക്കാർക്കാണ് ആൻഡ്രോയുടെ സ്പൈഡർമാൻ അത്രയ്ക്ക് ഇഷ്ടം. പക്ഷെ എന്റെ ഫേവറേറ്റ് സ്പൈഡർമാൻ സത്യം പറഞ്ഞാൽ ആൻഡ്രോയുടെ സ്പൈഡർമാനാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി റിലേറ്റബിൾ ആയിട്ടുള്ള സ്പൈഡർമാൻ ആയിട്ടാണ് എനിക്ക് ആൻഡ്രോയുടെ സ്പൈഡർമാൻ തോന്നിയിട്ടുള്ളത്. ഇത് പടത്തിലെ മ്യൂസിക് ഒക്കെ സീനാണ്. അതുപോലെ തന്നെ ആ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഫസ്റ്റിൽ കണ്ട സ്പൈഡർമാൻ സെക്കൻഡിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റേസി മരിച്ചതിന് ശേഷം ഒരു ക്യാരക്ടറിന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പീക്കിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ലവ് സ്റ്റോറീസ് നമുക്ക് അമേസിംഗ് സ്പൈഡർമാനിൽ നമുക്ക് കാണാൻ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ ടോബി സത്യം പറഞ്ഞാൽ ഗ്രേറ്റ് സ്പൈഡർമാനാണ്, ടോം അടിപൊളിയാണ്. എന്നാൽ ഇവിടെ ആ ലെവലിൽ തന്നെ നമ്മുടെ ആൻഡ്രൂം വരും. ആ ഒരു ലെവലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നമുക്കറിയാം വൺ ഓഫ് ദി ബെസ്റ്റ് ഫൈറ്റ് സീൻ സ്പൈഡർമാനിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫൈറ്റ് സീനാണ് അമേസിംഗ് സ്പൈഡർമാനിൽ നമ്മുടെ ഇലക്ട്രോൺ ആയിട്ടൊരു ഫൈറ്റ് സീൻ ഉണ്ട്. പീക്ക് ഫൈറ്റ് സീനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്പൈഡർമാനാണ് നമ്മുടെ ആൻഡ്രൂയുടെ സ്പൈഡർമാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻ ആരാണെന്ന് കമന്റ് സെക്ഷനിൽ പറയുക. ഇത് എന്റെ ഒപ്പീനിയൻ ആണ്, പലർക്കും പല ഒപ്പീനിയൻ ഉണ്ടാവും. ഞങ്ങളതിന്റെ കമന്റ് സെക്ഷനിൽ പറയുക. ഇങ്ങനെ